ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത് നല്ല അടിപൊളി മഴ പെയ്യുവാണ് കേട്ടോ. സ്കൂൾ തുറന്നപ്പോൾ മഴ ഇല്ലാതിരുന്നപ്പോൾ വിചാരിച്ചു മഴ അധികം കാണത്തില്ലെന്ന്. പക്ഷേ ഇപ്പോൾ എന്നും മഴയാണ്. എന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 2 ദിവസം കൊണ്ട് മഴയാണ്. ദിവസം കൊണ്ട് മീനൊന്നും വരുന്നില്ല കേട്ടോ. എന്തായാലും ചോറും കറിയും വെക്കണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് ചോറിന് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. 10 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ചിക്കൻ വാങ്ങാനായിട്ട് പോയി. ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേ നല്ല സമയമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ചിക്കൻ അരിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അത് കറി വെച്ചിട്ട് കുക്കറിൽ ശകല അരിയിട്ടിട്ട് ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, റൈസ്. അപ്പോൾ പിന്നെ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് സവാള ഉള്ളിയൊക്കെ എടുത്തിട്ട് കറണ്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. മഴയും കറണ്ട് പോകും. നല്ല ഇരുട്ടെന്ന് വെച്ചാൽ മുറിക്കാൻ മുഴുവൻ ഇരുട്ട്. അങ്ങനെ പിന്നെ ഇതിന് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണമല്ലോ. ചതയ്ക്കാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ കറണ്ട് പോയായിരുന്നു. പിന്നെ എങ്ങനെ ചതയ്ക്കുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അമ്മിക്കല്ലിൽ കൊണ്ടിട്ടാണ് ചതച്ചിട്ട് വന്നത്. അതിന് മുമ്പിൽ നല്ലപോലെ ഇരുന്ന് സിനിമ കാണുവാണ്. പിന്നെ മഴ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. 2-3 തവണ ഇറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് അടിച്ച് അകത്ത് കയറ്റി കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലോട്ട് കിടക്കാം. ഇതൊരു കുഞ്ഞു കുക്കറാണേ ഉള്ളത്. അതിനകത്ത് തന്നെയാണ് ഞാൻ എന്നും ചിക്കൻ കറിയൊക്കെ വെക്കുന്നത്. പിന്നെ ഇന്ന് വിചാരിച്ച് പാനിൽ അങ്ങ് വെക്കാം. എന്നിട്ട് അതിൽ നമുക്ക് അരി വേവിക്കാമെന്ന് വിചാരിച്ചേ. വെച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് വറുക്കുക, പിന്നെ എന്താണ് ഇതുണ്ടല്ലോ സവാളയും സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, കറിവേപ്പില ഇല്ല ഗൈസ്. ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന രീതിക്ക് ഞാൻ പോയിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ കറണ്ടും അങ്ങ് പോയി. അപ്പോൾ ഞാൻ ചാറോടെ കൊണ്ടുവന്ന് അമ്മിക്കല്ലിൽ അരച്ചുകൊണ്ട് വന്നു. ആ സാമഗ്രികളും എല്ലാം കൂടെ ഇതിനകത്ത് തട്ടി കൊടുക്കുക, പിന്നീട് വഴട്ടുക, പിന്നെ നമ്മൾ തക്കാളി സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക, വീണ്ടും വഴട്ടിക്കൊണ്ട് അങ്ങനെ വഴട്ടി ഞാൻ ഇതിന് വേണ്ട വെള്ളം ഉണ്ടല്ലോ അത് ഇപ്പുറത്തെ അടുപ്പിലോട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ച് ഞാൻ ചൂടായ വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനുള്ള പൊടികളും സംഭവങ്ങളും എല്ലാം ബാക്കി ഇട്ട് കൊടുക്കും. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ആവശ്യമായ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് ബാക്കി ഗരം മസാല സംഭവങ്ങൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കഷ്ണങ്ങളെല്ലാം വാരി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. വെന്ത് വരുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ബോബിക്കും ഇടയ്ക്ക് വിശപ്പിന്റെ വെളിയൊക്കെ വന്നു കേട്ടോ. പിന്നെ അവർ ഉള്ള സ്നാക്സും അതും ഇതൊക്കെ എടുത്ത് തിന്ന് അവർ വിശപ്പ് മാറ്റി അങ്ങനെ ഇരിക്കും. മഴ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല വിശപ്പുണ്ടല്ലേ. നിങ്ങൾക്കും അങ്ങനെയാണോ? എനിക്ക് മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. മഴ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തണുപ്പുണ്ടായിട്ടോ ഇവിടെയൊക്കെ. നമ്മൾ പൊന്മുടിയുടെ സൈഡൊക്കെ ആയതുകൊണ്ടായിരിക്കും, എന്തോ നിറച്ച് മരങ്ങളും സംഭവങ്ങളും ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം, നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായി. പിന്നെ നമുക്കിനി ചോറ് വെക്കാമേ. ചോറ് വെക്കാനായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞു കുക്കർ എടുത്തു. അതിന് ശേഷം അതിൽ നെയ്യൊക്കെ ഒഴിച്ചും എൻ്റെ പട്ടയ സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അരിയൊക്കെ കഴുകി അതിനകത്ത് സത്യം പറഞ്ഞാൽ 1 ഗ്ലാസ് അരിയൊക്കെ വേവത്തുള്ളൂ. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ ഇട്ടത്. പിന്നെ സമയമില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ വെച്ചു. ചിക്കൻ മസാല ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി വെച്ചു. പിന്നെ നമ്മുടെ കുക്കർ ഓടാൻ തന്നെ വിസിലൊക്കെ കേട്ടു. ചോറ് വെന്ത് സെറ്റായി. പിന്നെ അതിന് വേണ്ട കാഷ്നട്ട്, ഈ കിസ്മിസ് അതെല്ലാം കൂടെ നമ്മൾ വറുത്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ പുക അടിക്കുന്നുണ്ടോ, ചൂടാണ്, നല്ല ചൂടായിരുന്നു. പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നേ. പിന്നെ സാലഡൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല, സമയമായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർക്ക് വിളമ്പി അങ്ങ് കൊടുത്തു, പിന്നെ ഞാനും കഴിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.